മക്കളെ, എന്തോ കേൾക്കുന്നുണ്ടോ? ഏതാണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ ദിവസങ്ങളിൽ ഉഴപ്പാ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കറിയാം, പരീക്ഷയുണ്ട്, ഈ ദിവസങ്ങളിലെ അവധിയുണ്ട്, പിന്നെ പല കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങളൊക്കെ ഭയങ്കര ഉഴപ്പായി വരുന്നുണ്ട്. മൊബൈലാണ് ഏറ്റവും വലിയ വിഷയം. എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് ഗെയിമും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പപ്പായും മമ്മിയും പറഞ്ഞാൽ ഒട്ടും കേൾക്കത്തുമില്ല, അനുസരിക്കത്തുമില്ല. ശരിയല്ലയോ? അവൻ പറഞ്ഞു, റൈറ്റ്, ശരി അച്ഛാ. അച്ഛനങ്കിളിന് എനിക്ക് അറിയാം, നിങ്ങൾ പപ്പായും മമ്മിയും പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഇങ്ങനെ മൊബൈലും കൊണ്ട് മാറിയിരുന്ന് നിങ്ങൾ അടിച്ചു പൊളിക്കുക. മക്കളെ, യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നായി നിൽക്കുമ്പോൾ എത്ര സന്തോഷമാണ്. യേശു ക്രിസ്തു പറയുന്നു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരുവാൻ വിടുവീൻ, അവരെ തടയരുതേ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നായി ചേർന്ന് നിന്ന് പാടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് പാടാറുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് പാടുമ്പോൾ അതിന് സന്തോഷമില്ല. പക്ഷെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോൾ ഭയങ്കര ഇമ്പമാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടുന്നത് സന്തോഷമാണ്, അത് ഇമ്പമുള്ളതാണ്. നമുക്ക് ചേർന്ന് പാട്ട് പഠിക്കാം. ഒന്നാമത്തെ സെഗ്മെൻറ്റ്, ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടി. കഴിഞ്ഞ ആഴ്ചയൊക്കെ എല്ലാവരും എന്തെങ്കിലും പ്രയാസമൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നോ? പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശു കർത്താവിന് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കും. യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പലരും പലതായിട്ട് ജീവിക്കണമെന്നാണോ? അല്ലല്ലേ, എല്ലാവരും ഒന്ന് ചേർന്ന് ജീവിക്കണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ചേർന്ന് ഒന്നായിട്ട് ജീവിക്കണം. അവിടെ വിദ്വേഷമില്ല, പിണക്കമില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒന്നായി ചേർന്നുകൊണ്ട് യേശു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു പാട്ട് നമുക്ക് പഠിച്ചാലോ? യേശു കർത്താവിന് ഒന്നിച്ച് ചേർന്ന് പാടുന്ന ഒരു പാട്ട് ആദ്യം അച്ഛനൊന്ന് പാടി കേൾപ്പിക്കാം, അതിനുശേഷം നിങ്ങളെ പഠിപ്പിക്കാം. ഓക്കെ. ഒന്നാ ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം, വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. ഒന്നാ ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം, വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം, അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണജയം നേടാം. വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം, അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണജയം നേടാം. പാട്ട് കേട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? ഇനി ഇതൊന്ന് പഠിച്ചാലോ? നമുക്ക് പഠിക്കാം. ആദ്യം അങ്ങനെ അച്ഛൻ പാടിത്തരും, അത് കേട്ട് നിങ്ങൾ പാടണം. റെഡി ആണല്ലോ? പാടുമല്ലോ? ഉറക്കെ പാടും. ആരുടെ സൗണ്ടാണ് ഉറക്കെ കേൾക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉറക്കെ പാടണേ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നാ ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം. പാടിക്കേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നാ ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം, വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. പാടിക്കേ. വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. നല്ല കിട്ടിയോ? ചേർന്ന് പാടിക്കേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നാ ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം, വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. അത്രയേ ഉള്ളൂ. അടുത്തത്, വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം, അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണജയം നേടാം. വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം, അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണജയം നേടാം. കിട്ടിയോ? ഒന്ന് പാടിക്കേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം,
അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണ ജയം നേടാം. ഇത്രയേ ഉള്ളൂ, പഠിച്ചല്ലോ. നമുക്കിന്ന് ചേർന്ന് പാടിയല്ലോ, എണ്ണി ചെയ്യുന്ന നമുക്കൊന്ന് നല്ല സൗണ്ടിൽ, ആരുടെ സൗണ്ട് എല്ലാവരും ആരുടെ സൗണ്ടാന്ന് പറഞ്ഞ് കൂവി പാടരുത് ആരും, നല്ല സ്വീറ്റായിട്ട് നമുക്കൊന്നിച്ച് ഒരേ സൗണ്ടായിട്ട് നമുക്ക് പാടാമേ. ഓക്കെ, എല്ലാവരും എണ്ണിച്ചോ. ഒന്നായി ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം, വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. ഒന്നായി ചേർന്ന് പാടാം, യേശുവിൻ മക്കൾ നാം, വിജയം നൽകും നാമത്തെ വാഴ്ത്തിപ്പാടിടാം. വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം. അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണ ജയം നേടാം. വിജയം യേശുവിൽ വിജയം, വിജയം പ്രാപിക്കാം. അത്ഭുതമായി നടത്തുന്നതിനാൽ പൂർണ്ണ ജയം നേടാം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ആരാ നമുക്ക് വിജയം നൽകുന്നത്? യേശു കർത്താവ് വിജയം നൽകുന്നത് അല്ലേ? യേശു കർത്താവ് വിജയം നൽകുന്നത്. അതുകൊണ്ട് യേശു കർത്താവിനെ പാടി സ്തുതിക്കണം. നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി തരുന്നത്, ശക്തി തരുന്നത്, നമുക്ക് നല്ല ആരോഗ്യം തരുന്നത് ഒക്കെ ആരാ? യേശു കർത്താവ്. അതുകൊണ്ട് ആ യേശു കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ യേശുപ്പച്ചൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. നമുക്കെല്ലാവർക്കും ഒറ്റയ്ക്ക് പോകണം എന്നാണ് ആഗ്രഹം. ഒറ്റയ്ക്ക് കളിക്കണം. ശരിയല്ലേ? മൊബൈലിനകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. വേറൊരു കമ്പനിയില്ല. ക്രിക്കറ്റ് കളിക്കുമ്പോൾ 2 പേര് വേണം. പക്ഷെ ക്രിക്കറ്റ് കളി നമുക്കില്ല, നമ്മൾ കളിക്കാറേ ഇല്ല. ക്യാരംസ് കളിക്കുമോ? ഇല്ല. ടേബിൾ ടെന്നീസ്, അയ്യോ അതെന്തുവാണെന്ന് ചോദിക്കുന്നു. നമുക്ക് മൊബൈലിലെ ഗെയിം എല്ലാം അറിയാം, അത് നമ്മൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഒന്നായി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഈ സന്തോഷയാത്രയിൽ നല്ലത്. നാം ഒറ്റയ്ക്കല്ല, അപരനെയും എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെയും ഒരുമിച്ച് ചേർന്ന് ഒന്നായി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതാണ് ജീവിതത്തിൻ്റെ സന്തോഷം. നമ്മൾ പാട്ട് പഠിച്ചപ്പോഴും അതെല്ലാം ഇല്ലയോ കേട്ടത്? ഒന്നായി പാടാം, ചേർന്ന് പാടാം, ആടിപ്പാടാം. ഒന്നായി നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷം. നമ്മുടെ കയ്യിൽ ഒരു കമ്പുണ്ടെങ്കിൽ കമ്പിനെ ഒടിക്കാം. എന്നാൽ ഒരു 10 കമ്പ് ഒന്നിച്ച് വെച്ചിട്ട് ഒടിക്കാൻ നോക്കിയാൽ ഒടിയത്തില്ല. കാരണം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് ബലമാണ്, ശക്തിയാണ്. കുഞ്ഞുങ്ങളെ, യേശു അപ്പച്ചൻ പറയുന്നു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരുവാൻ വിടുവീൻ, അവരെ തടയരുതേ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. നിഷ്കളങ്കരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ആ നിഷ്കളങ്കതയിൽ ദൈവത്തെ സ്തുതിക്കാൻ, ഒന്നായി നിൽക്കാൻ, ഒന്നായി പാടാൻ ദൈവടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കഥ പഠിക്കണോ? കഥ പഠിക്കണോ? പഠിക്കണം. അടുത്ത സെഗ്മെൻറ്റ് കഥയിലൂടെ. ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു പുതിയൊരു കഥയുമായി. ഇന്നത്തെ കഥ നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള കഥയുടെ ബാക്കിയാണ്. നിങ്ങളൊക്കെ യോനായെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഈ യോനാ ചേട്ടൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ യോനാ ചേട്ടൻ തിമിംഗലത്തിൻ്റെ അകത്തിരുന്ന് പോയൊരു പരിപാടിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതെന്നറിയാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യോനായും ആവണക്കും എന്ന കഥയാണ്. ഈ യോനാ ചേട്ടനുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, യഹോവ പറഞ്ഞതനുസരിക്കാതെ തർശീശിലേക്ക് പോയി. അവിടുത്തെ കപ്പലിൽ നിന്ന് യഹോവ തള്ളിയിട്ട് തിമിംഗലത്തിൻ്റെ അകത്ത് ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് നിനവേൽ വന്നു അല്ലേ? അവസാനം ഈ ദൈവം പറഞ്ഞ പോലെ തന്നെ നിനവേൽ വന്ന് നിനവേക്കാരോടൊക്കെ പ്രസംഗിച്ചു. അതായത്, നിങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളുടെ രാജാവും നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ കാണിക്കുന്ന ഈ വൃത്തികേടുകളൊക്കെ നിർത്തിയില്ലെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാം? ഈ നിനവേക്കാരെല്ലാം കൂടെ അവിടുത്തെ രാജാവ് തന്നെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തു, ഇന്നോട്ട് എല്ലാവരും കുറേ ദിവസത്തേക്ക് പട്ടിണി കിടന്നോണം, ഒന്നും കഴിക്കാൻ പാടില്ല, ഫുൾ ഫാസ്റ്റിംഗ് ആണ്, ഉപവാസമാണ്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട്, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ, ഞങ്ങളെ വെറുതെ വിടണേ, ഞങ്ങളിനി നല്ലവരായിക്കോളാം എന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോനായ്ക്ക് മനസ്സിലായി ദൈവം ഇവരെ ഒന്നും ചെയ്യുകയില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടുകൊണ്ട് ദൈവം തീരുമാനിച്ചൊരു കാര്യമുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം നശിപ്പിച്ച് കളയുമെന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ദൈവം തീരുമാനിച്ചു, ഇവരിത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, ഇവർ മനം തിരിഞ്ഞില്ലേ, അതുകൊണ്ട് ഇവരെ ഒന്നും ചെയ്യേണ്ട, ഇവരെ വിട്ടേക്കാമെന്ന്.
അങ്ങനെ വിട്ടയച്ചത് യോനായ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ നിനവേക്കാർ അത്ര നല്ല ആൾക്കാരല്ലായിരുന്നു. ഇവരെല്ലാം ഒരുപാട് തെറ്റുകൾ ചെയ്തവരായിരുന്നു. ഇസ്രായേൽ മക്കളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചവരായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം നശിച്ചു പോകണമെന്നായിരുന്നു യോനയുടെ ആഗ്രഹം. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടികളൊന്നും നശിച്ചു പോകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെ തൽക്കാലം ഒന്നും ചെയ്യാതെ അവരോട് ക്ഷമ കൊടുത്തു, അവരെ ക്ഷമിച്ചു. അത് യോനായ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ യോന ഒരു പരിപാടി ചെയ്തു. ഈ നിനവേയുടെ അവിടുന്ന് കുറേ മാറി അങ്ങ് നടന്നു പോയി. ഏതായാലും ദൈവമൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ദൈവം ഇനിയും ചെറിയ പരിപാടികൾ വല്ലതും ഉണ്ടാക്കി ഇനി ഇവരെ വല്ല ഉപദ്രവിച്ചാലോ അതൊന്ന് കാണാൻ വേണ്ടി, ഇവർക്ക് എന്തെങ്കിലും ഇനിയും പറ്റുമോ എന്നറിയാൻ വേണ്ടി യോന മാറി ദൂരെ ഒരു നല്ല മലയുടെ മുകളിലിരുന്ന് ഇവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. നിനവേ രാജ്യം കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ വെയിലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടി. യോനായ്ക്ക് അങ്ങ് ചൂടെടുത്ത് വേർക്കാൻ തുടങ്ങി. ഭയങ്കര വിഷമം, ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ യോന നിൽക്കുന്ന സൈഡിൽ കൂടെ ഒരു ചെടി ഇങ്ങനെ വളർന്നു വരുന്നത് കണ്ടു. ആ ചെടിയാണ് കുഞ്ഞുങ്ങളെ ആവണക്കിൻ്റെ ചെടി. ഒരു വള്ളിച്ചെടിയാണ്, ഇങ്ങനെ ക്രീപ്പർ എന്നാണ് അതിനെ പറയുന്നത്. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് വലിയ ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിടർന്ന് നിന്നപ്പോൾ യോനായ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയാമോ? നല്ല തണൽ, നല്ല കംഫർട്ടബിൾ. അങ്ങനെ അവിടെ ഇരുന്നിരുന്ന് ഈ നിനവേക്കാരെ നോക്കി ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ വാച്ച് ചെയ്ത് ഈവനിങ് ആയപ്പോൾ, രാത്രിയായപ്പോഴത്തേന് യോന അതിൻ്റെ അടിയിൽ കിടന്നങ്ങ് ഉറങ്ങി. ഈ ആവണക്കിൻ്റെ അടിയിൽ കിടന്നങ്ങ് ഉറങ്ങി. നല്ല സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ടങ്ങ് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. ദൈവം ഒരു ചെറിയ പുഴുവിനെ അങ്ങോട്ട് വിട്ടു. എന്തിനാണെന്നറിയാമോ? പുഴു ചെന്ന് നമ്മുടെ ആവണക്ക് ചെടിയെ ഒന്ന് കരണ്ട് അവിടെ ഇവിടേക്ക് ഒന്ന് കൊത്തി പറിച്ച് രാവിലെ ആയപ്പോഴത്തേക്കും ആവണക്ക് ചെടിയെന്ന് കംപ്ലീറ്റ് നശിച്ചു പോയി. ഉണങ്ങി വരണ്ട് വാടി അവിടെ ചെതറി അങ്ങ് വീണു. യോന ഇങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോൾ പിന്നെയും ചൂടെടുക്കാൻ തുടങ്ങുന്നു. രാവിലെയായി, വെയിലൊക്കെ അടിക്കുന്നു, മുഖത്തോട്ട് കണ്ണിലോട്ട് തന്നെ വെയിലടിക്കുന്നു. യോന ചാടി എണ്ണിട്ട് പാടെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ആരോടാ? ഈ ചെടിയോട്. ഈ ചെടി എന്തൊരു പരിപാടി കാണിച്ചേ? എനിക്ക് നല്ല തണലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇങ്ങനെയാണോ ഇത്? ചെടിയോടും ദേഷ്യപ്പെടാൻ തുടങ്ങി, ദൈവത്തിനോടും ദേഷ്യപ്പെടാൻ തുടങ്ങി. നേരത്തെ നിനവേക്കാരെ രക്ഷിച്ചപ്പോൾ, നിനവേക്കാരെ വെറുതെ വിട്ടപ്പോഴും യോന ദൈവത്തോട് ദേഷ്യപ്പെട്ടായിരുന്നു. ദൈവം അന്നേരം യോനയുടെ ഒരു കാര്യം ചോദിച്ചു. നീ ദേഷ്യപ്പെടുന്നത് വിഹിതമോ? അതായത് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ, നീ ദേഷ്യപ്പെടുന്നത് ശരിയാണോ? ഈ ആവണക്കിനോട് ദേഷ്യപ്പെട്ടപ്പോഴും യോനായോട് ദൈവം ഇത് തന്നെ ചോദിച്ചു. നീ ഈ ചെടിയോട് ദേഷ്യപ്പെടുന്നത്, എന്നോട് ദേഷ്യപ്പെടുന്നതൊക്കെ ശരിയാണോ? നിനക്ക് ഈ ഒരു ചെടി, നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ ചെടി വളർന്നത്? അല്ലല്ലോ. ദൈവം സൃഷ്ടിച്ച ചെടി ദൈവമായിട്ടൊരു പുഴുതിനെ വിട്ട് നശിപ്പിച്ചു. അതിന് യോന എന്തിനാ ദേഷ്യപ്പെടുന്നത്? യോനായ്ക്ക് അപ്പോൾ കാര്യം പതുക്കെ മനസ്സിലായി. ദൈവം യോനായോട് ചോദിച്ചു, നിനക്ക് ഈ ചെടി പോയപ്പോൾ ഇത്ര വിഷമമാണെങ്കിൽ നീ ഒന്നും ചെയ്യാത്ത ഈ ചെടി, നീ ഒന്നും വളമൊന്നും ഇട്ടിട്ടല്ലോ, തന്നെ വളർന്ന ചെടിയാണ്, ഇത് പോയപ്പം വിഷമമാണെങ്കിൽ എനിക്ക്, അതായത് ദൈവത്തിന്, ഈ 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ, അല്ലേ, 1,20,000 മേൽ ആളുകളുണ്ടെന്നാണ് നിനവേയിൽ പറയുന്നത്. ആ ആളുകളൊക്കെ നശിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുപോലെയാണ് ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും. അതുകൊണ്ട് നമ്മളൊക്കെ ഇനിയും നമ്മുടെ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച് കൂട്ടുകാരെ. വീണ്ടും ഒരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു. യോന, ഇതിനകത്ത് എത്ര പേര് ഇരിപ്പുണ്ട്? യോനകൾ, പറഞ്ഞാൽ കേൾക്കാത്ത കുഞ്ഞുങ്ങൾ. ആരൊക്കെ ഇതിനകത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല? എനിക്കറിയാം, ഈ ബട്ടർഫ്ലൈസിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളെല്ലാം കൈപൊക്കി പറയും ഞങ്ങളെല്ലാവരും അനുസരിക്കുന്നുണ്ടെന്ന്. എനിക്കറിയാം. പപ്പ ഇങ്ങോട്ട് വിളിക്കും, ആരോനെ ഇങ്ങോട്ട് വന്നേ, അതുകൊണ്ട് ആരോൻ അങ്ങോട്ട് പോകും. മമ്മി പറയും, മെർലിനെ ഇപ്പം കളിക്കാൻ പോകണ്ട, മെർലിന് ഇപ്പം കളിക്കാൻ പോകണം. ജോന TV കാണണ്ട, മൊബൈൽ കാണണ്ട, ഞാനിപ്പം റെസ്റ്റ് ചെയ്യുക, എനിക്ക് TV കാണണം, രാവിലെ പഠിത്തം. അനുസരിക്കാത്തവരല്ലയോ? യോനായോട് കർത്താവ് പറഞ്ഞു, നിനവേലേക്ക് പോകാൻ പറഞ്ഞു. അവൻ തർസിസിലേക്ക് പോയി. അവൻ കർത്താവ് പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കപ്പലിൽ കയറി നല്ല കൂർക്കം വലിച്ച് ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങുമ്പം ആ കപ്പലങ്ങ് കുലുങ്ങി. യോനായ്ക്ക് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ടാണെന്ന്. ഈ യോനായ എല്ലാവരും കൂടെ കൂടി എടുത്ത് അങ്ങോട്ട് വെള്ളത്തിനകത്ത് ഇട്ടിട്ടപ്പോൾ വലിയൊരു മത്സ്യം വന്ന് അവനെ അങ്ങ് വിഴുങ്ങി. 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. അവിടെ പറയുന്നത്, അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. 3-ാം ദിവസം
കരയ്ക്ക് കൊണ്ടുവന്ന് കക്കി വെച്ചു. കഥ എന്ത് രസകരമാണ്, എനിക്കറിയാം നിങ്ങൾ ഇഷ്ടപ്പെട്ടു. തുടർന്ന് ആവണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങൾ കേട്ടായിരുന്നോ? അന്നേരം ഈ കഥ നമ്മളോട് പറയുന്നത് ജീവിതം അനുസരിക്കാനുള്ളതാണ്, ജീവിതം ചിട്ടയായി ജീവിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ഹേ ടിങ്കു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. കാര്യം ഞാൻ പറയാൻ പോവാണ്. നമുക്ക് പഠിച്ചാലോ? വേണ്ട. ഓ, ഇപ്പം പഠിക്കാമെന്നേ. ഇന്നോട്ട്. ഇപ്പം പഠിച്ചാൽ എന്താ? നാളെയോട്ട്. ഓക്കെ, നാളെയല്ല പിന്നെ ആട്ട്. ഇപ്പം നമുക്ക് പഠിക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിക്കാം. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിക്കാം, പിന്നെ പഠിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞാട്ട്, നാളെ ആട്ട്, സമയമായിട്ടില്ല. ഇതൊക്കെ ദാ ടിങ്കു പറയുന്ന വാക്കുകളാണ്. നിങ്ങളോ കൂട്ടുകാരെ, നിങ്ങൾ പറയാറുണ്ടോ? എന്നാൽ ഇവരോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാവേ. നമുക്ക് കളിക്കാൻ പോയാലോ? ഓ, അതിന് ഭയങ്കര താല്പര്യമാണ്. പോകാം. നാളെ പോയാൽ പോരെ? ഇപ്പം പോകാം. കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാൽ പോരെ? ഇപ്പം തന്നെ പോകണം. കണ്ടോ, ചില താല്പര്യമുള്ള വിഷയങ്ങൾ ഇപ്പം തന്നെ വേണം, അത് പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല. കൂട്ടുകാരെ, ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം? പഠന വിഷയത്തിൽ താല്പര്യം കുറവാണ്. എന്നാൽ കളിക്കുന്ന കാര്യത്തിൽ, ഒരു മൊബൈൽ ഗെയിം കളിക്കുന്ന കാര്യത്തിൽ അത് ഇപ്പം തന്നെ വേണം. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നൗ ഈസ് ദി ടൈം. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്തേ പറ്റൂ. ഒന്ന് പറഞ്ഞേ. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്താലും മതി. ഓ, നാളെ ചെയ്താലും മതിയോ? ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം. അതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാവുന്നു സുപ്രസാദകാലം, ഇതാവുന്നു രക്ഷാദിവസം. യേശു കർത്താവിനെ തിരിച്ചറിയുന്നതിനും ദൈവവിഷയമായ സമ്പന്നനാകുന്നതിനും ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം. നൗ ഈസ് ദി ടൈം. ഇപ്പം തന്നെ ചെയ്യുക. കാരണം നമുക്ക് ചിലപ്പം അത് നഷ്ടപ്പെട്ടു പോയാലോ? പഠിക്കാനുള്ള നല്ല അവസരം ഇല്ലാത്ത എത്രയോ കൂട്ടുകാരുണ്ട്. സ്ട്രീറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പണിയെടുക്കുന്നവരുണ്ട്. നീ കണ്ടില്ലേ ചില സ്ട്രീറ്റിലൊക്കെ നിന്ന് ചില ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കൂട്ടുകാരെ? ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. കാറേ പോയപ്പോൾ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ എത്രയോ കുട്ടികൾക്ക് നല്ല നല്ല അവസരം കിട്ടുന്നില്ല പഠിക്കാൻ, നന്നായിട്ട് ജീവിക്കാൻ. പക്ഷേ നമുക്ക് നല്ല അവസരം ദൈവം തമ്പുരാൻ നൽകിയിരിക്കുക. അങ്ങനെ നൽകിയിരിക്കുമ്പോൾ പഠിക്കാനുള്ള അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. നൗ ഇസ് ദി ടൈം. കളിക്കാനുള്ള സമയവും നന്നായിട്ട് ഉപയോഗിക്കണം. ചില കൂട്ടുകാർ കളിക്കാൻ പോകില്ല, ഗ്രൗണ്ടിൽ പോകത്തില്ല, ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനാണ് ഇഷ്ടം. എന്നാൽ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കണം. അതിനുപരിയായി യേശുവപ്പച്ചൻ ആരാണെന്നും യേശു കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നിലനിൽക്കുന്ന അവസ്ഥയും അറിയാനുള്ള നല്ല നല്ല അവസരങ്ങളെ കൂട്ടുകാർ നന്നായിട്ട് ഉപയോഗിക്കുമോ? ഇവൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ റെഗുലറായിട്ട് സൺഡേ സ്കൂളിന് പോകും. പോകത്തില്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ പോകാറുള്ളത്? താങ്ക് യു ഉമ്മ. ഓ, ഉമ്മയൊക്കെ തരാറുണ്ട്. അത് ഇവന് അതിലുള്ള സന്തോഷം കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവം ആരെന്ന് തിരിച്ചറിയാൻ, ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന നല്ല നല്ല അവസരങ്ങളെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം. രക്ഷ അനുഭവത്തിൽ വളരാനുള്ള നല്ല അനുഭവത്തെ നമുക്ക് ഉപയോഗിക്കാം. രക്ഷ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് യേശു കർത്താവിൻ്റെ കുഞ്ഞായി വളർന്ന് ഈ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവരാജ്യത്തോടെ ഏറ്റവും പറ്റി ജീവിക്കാം. ആർ യു റെഡി? ഇവൻ റെഡിയാണ്. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്നെ നാളെ പഠിച്ചോളാം. എടാ മോനെ, ഈ ജോലി ഒന്ന് ചെയ്തേ, നാളെ ചെയ്തോളാം, നാളെ അവധിയാണ്. എടാ മോനെ, മമ്മി ഒന്ന് സഹായിച്ച്, ഇന്ന് എന്നെയും കൊണ്ട് വയ്യ. അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്? നമ്മളൊരു എക്സ്ക്യൂസാണ് പറയുന്നത്. നോ, ഇതാണ് ബെസ്റ്റ് ടൈം. കബീർദാസ് പറയുന്നത്, കാൽ കരേ സോ ആജ് കർ, ആജ് കരേ സോ അബ്,
പൽമേ പ്രളയ ഹോയകി ബഹുദുരി കരേകി കപ്പ്. അതായത് നീ നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇപ്പോൾ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് സുപ്രസാദ നിമിഷം, ദിവസം. നമുക്ക് ദൈവത്തോടുകൂടെ മുമ്പോട്ട് പോകാം. ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് ചെയ്ത് തീർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. തെന്നി 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 വരുന്നൊരു തെന്നല് പൂങ്കാറ്റേ, ചൂളം കുത്തി മതിച്ചാടി വരുന്നൊരു കള്ളിപ്പൂങ്കാറ്റേ. തെന്നി 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 വരുന്നൊരു തെന്നല് പൂങ്കാറ്റേ, ചൂളം കുത്തി മതിച്ചാടി വരുന്നൊരു കള്ളിപ്പൂങ്കാറ്റേ. മാനം മുട്ടെ വളർന്നാലും കടലിളകി മറിച്ചാലും മനമിരുണ്ടു കറുത്താലും വൻതിരയിൽ അല ഉയർന്നാലും മറിയിൽ എന്നോട് വഞ്ചി, മുങ്ങിൽ എന്നോട് ജീവൻ, ഇത് ദൈവം വസിക്കും വഞ്ചി, അവൻ എൻ്റെ നായകൻ. തെന്നി 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 വരുന്നൊരു തെന്നല് പൂങ്കാറ്റേ, ചൂളം കുത്തി മതിച്ചാടി വരുന്നൊരു കള്ളിപ്പൂങ്കാറ്റേ. എനിക്കറിയാം പാടാം നേടാം എന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.